വായിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ മോളി പാடம் എടുത്തില്ല. വായിക്കും. ഏതാ? വയുഖ്ബഹു. അല്ലാ, ഇത് എടുത്തിട്ടില്ലേ? വയുഖ്ബഹു ലിൽഗാഉ ഇൻ ജാഅത് ഉവൽ. വയുഖ്ബഹു മോശമാക്കപ്പെടും. അൽ-ഇൽഗാഉ അമല് കൊടുക്കാതിരിക്കൽ. ഇൻ ജാഅത്ത് ഈ ഫീലുകൾ വരികയാണ് എങ്കിൽ, ഉവല ആദ്യങ്ങളിൽ വന്നാൽ. ഫീൽ ആദ്യം വന്നു, മഅമൂല് ബിന്ദിയും വന്നു, ആമില് മുന്തി, മഅമൂല് ബിന്തി. അവിടെ പിന്നെ അമല് കൊടുക്കാതിരിക്കുന്ന എന്തിനാ? അമല് കൊടുക്കണം. മനസ്സിലായില്ല? ഈ ബാബിന് ഈ ഫീലുകൾക്ക് 3 അഹ്കാമുകളാണ്. ഒന്ന് ഇഅ്മാൽ, അതാണ് അസ്ല്, അതാണ് അടിസ്ഥാനം. 2 അമല് കൊടുക്കാതിരിക്കൽ. അമല് കൊടുക്കാതിരിക്കൽ മാനവിയായ തടസ്സമുണ്ടാകാം. അമല് നിർബന്ധമാകുന്നതിനെ തടയുന്ന മാനവിയായ കാണാൻ പറ്റാത്ത തടസ്സം. കാണാൻ പറ്റാത്ത തടസ്സം എന്ന് പറഞ്ഞാല് ആമില് ബിന്ദി വന്നു, മഅമൂല് മുന്തി വന്നു, അല്ലെങ്കിൽ ആമിലിന്റെയും ആമില് ഇടയിലായിപ്പോയി, മഅമൂല് മുന്തി. സയ്യിദൻ ലനന്തു ഖായിമൻ, അങ്ങനെ പറഞ്ഞു. സയ്യിദൻ മധ്യത്തിലായി ഫീല്, മനസ്സിലായില്ല? സയ്യിദൻ ഖായിമൻ ലനന്തു ബിന്ദിലായി. അങ്ങനെയൊക്കെ ഒരു അമല് കൊടുക്കണ്ട. മനസ്സിലായില്ല? നീ ലഫ്ളിയായ കാരണത്തിന് വേണ്ടി അമലിനെ കൊടുക്കൽ തടസ്സമായത് ലഫ്ളിയായ കാരണം ഉണ്ടായി. അപ്പൊ നേരത്തെ പറഞ്ഞ മാനവിയായ കാരണമാണ്. ലഫ്ളിയായ കാരണം തന്നെ വരും. മനസ്സിലായില്ലേ? ലഫ്ളിയായ കാരണം വരുമ്പോൾ ഒട്ടും അമലെടുക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ 3 അവസ്ഥയുള്ളത്. ഇപ്പൊ നമ്മൾ പറയുന്നത് വയുഖ്ബഹു മോശമാക്കപ്പെടും. അൽ-ഇൽഗാഉ അമല് കൊടുക്കാതിരിക്കൽ. അല്ല, ഇൻ ജാഅത്ത് ഈ ഫീലുകൾ വന്നാൽ, ഉവല ഉവൽ ഫുഅൽ വസ്നില്ലേ? ഫുഅൽ വസ്ന നമ്മൾ പണ്ട് പറഞ്ഞില്ലേ? ഫുളലു എന്ന് പറഞ്ഞില്ലേ? ഫുളലാനി തസ്നിയത്തുമാ ഫുളലാനി ജമാ ഫുളലൂന വഫുളലു വഫുളലയാത് പറഞ്ഞില്ലേ നമ്മൾ? അതാ ഉവലു. ഉവലു എന്നുള്ളത് ഊല എന്നതിന് ജമ. ഫുളല അൽ മുഅന്നദ് ഫുളല എന്ന് പറഞ്ഞില്ലേ? ഫുളല എന്നുള്ളത് മുഅന്നദ്, അത് മുഫ്രദാണ്. അതിന്റെ തസ്നിയാണ് ഫുളലയാനി. അതിന്റെ ജമ്മാണ് ഫുളലു. ജമ്മ 2 ഇല്ലടാ. അഫ്ളലു എന്നത് മുദക്കർ, ഫുളല എന്നുള്ളത് മുഅന്നസ്. അഫ്ളലാനി അഫ്ളലൂന അഫാളിലു അത് മുദക്കറിന്റെ ജമ്മ. ഫുളലു വഫുളലയാത് അത് മുഅന്നസിന്റെ ജമ്മ. ഊല എന്ന അഫ്അലു തഫ്ളീലിന്റെ ഊല എന്ന മുഅന്നസ്, ഫുളല വസ്ന് ഫുഇല വസ്ന്, അതിന്റെ ജമ്മായ ഉവൽ ഫുഅൽ ഫുളൽ. ഊല എന്നുള്ളത് അത് അഫ്അലു തഫ്ളീലിന്റെ മുഅന്നസാണ്. ഈ അഫ്അലു തഫ്ളീലിന് ഫിഇല് ഇല്ലാത്തതാണ്. ഫിഇല് അവൽ ഒന്നാമത്തത് അവൽ ഫിഇലല്ല, ഇസ്മാണ്. അപ്പൊ ഇസ്മിന്റെ ഭാഗത്തിൽ കൂടി അവൽ എന്നുള്ള മഅന വരുന്ന അതിന്റെ മുഅന്നസാണ് ഏത്? ഊല എന്നുള്ളത്. കേട്ടോ?
അവൽ അവൽ അവല അവൽ ബിമഅന അസ്ബഖ്. അസ്ബഖ് മുൻകടന്നത്, ഏറ്റവും മുൻകടന്നത്. ഏറ്റവും മുൻകടന്നത് എന്ന മാന വരുന്ന അവല് ആദ്യത്തേത്. ആദ്യത്തെ പിന്നെ അതിന് മുമ്പുള്ളതിന് പിന്നെ ഉണ്ടാവും. ആദ്യത്തേത് എന്ന് പിന്നെ അതിന് മുമ്പ് വേറെ ഉണ്ടാവുക. അപ്പൊ അസ്ബഖിന്റെ മാനായി ഏറ്റവും മുൻകടന്നത്. അപ്പൊ അതിന്റെ ലഫ്ള് എന്തില്ല, മാനയുടെ ഭാഗത്തിൽ കൂടിയേ അതിനെന്തുള്ളൂ, ഫെയിലുണ്ട്. ഫെയിലില്ല, ലഫ്ളിന്റെ ഭാഗത്തിൽ കൂടി ഫെയിലില്ലാത്തതാണ്. ലാ ഫീല ലഹു മിൻ ലഫ്ളിഹി. ലഫ്ളിന്റെ ഭാഗത്തിൽ കൂടി എന്തില്ല, ഫെയിലില്ല. അസ്ബഖ് എന്നതിന്റെ മാന പിന്നെ അപ്പം അസ്ബഖിന്റെ മാന കൊണ്ടുള്ള അവല്, ആ അവലിന്റെ മാന, ആ അവലിന്റെ മുഅന്നസാകുന്ന ഊല, ആ ഊലയുടെ ജമ്മാകുന്ന ഉവല്. അതേപ്രകാരം തന്നെ ഉഖറ ഉഖർ, അവല് ആഖിർ അവസാനം, ഏറ്റവും അവസാനമായത്. മനസ്സിലായില്ല? അവല് ആഖിർ എന്ന് പറയും. ഇവ രണ്ടിനും ഫീലില്ല, രണ്ടിനും ലഫ്ളിന്റെ ഭാഗത്തിൽ കൂടി ഫീലില്ല. മഅനയുടെ ഭാഗത്തിൽ കൂടി അസ്ബഖ് എന്ന മഅനയ്ക്കും അഖറ പിന്നെ ഏത് പിന്തിയുള്ള മഅനയ്ക്കുള്ള ഇതുണ്ട്. ലഫ്ളിന്റെ ഭാഗത്തിൽ കൂടി നോക്കിയാൽ ഫീലില്ല, മഅനയുടെ ഭാഗത്തിൽ കൂടി ഫീലുണ്ട്. ലഫ്ളിന്റെ ഭാഗത്തിൽ കൂടി ഫീലില്ലാത്ത അവലിന്റെ മഅന, അസ്ബഖിന്റെ മഅന കൊണ്ടുള്ള അവല്, ആ അവലിന്റെ മുഅന്നസാകുന്ന ഊല, ആ ഊലയുടെ ജമ്മാകുന്ന ഉവൽ. അതാ പറഞ്ഞു പഠിച്ചു വെക്കണം. അവിടെ നടക്കല്ല. അസ്ബഖിന്റെ മഅന കൊണ്ടുള്ള അവല്, ആ അവലിന്റെ അഫല് തഫ്ളീലാകുന്ന മുഅന്നസാകുന്ന ഊല, മുഅന്നസിന്റെ അഫല് തഫ്ളീലാകുന്ന ഊല. മനസ്സിലായില്ല? ആ ഊലയുടെ ജമ്മാകുന്ന ഉവൽ. പിന്നെ പിന്നെന്താണ് ആദികൽ അഫാലു അല്ലെ. പിന്നെ വാ ഉല്ലിഖത്ത്. അപ്പൊ അതൊരു കോനാണ്. യുഖ്ബഉൽ ഇൽഗാവ്, ഇൽഗാവ് മോശം. അപ്പൊ അവിടെ അമല് മോശമല്ല, നല്ലത്. തിരിഞ്ഞല്ല. ഉല്ലിഖത്ത് ഫീലിനെ മുടക്കാക്കപ്പെടും. ഹൈസു മുസദ്ദറുൻ ഫസല. ഉല്ലിഖത്ത് ഇവകളെ മുടക്കാക്കപ്പെടും. ഉല്ലിഖത്ത് അഫാല്, ഈ ഫീലുകളെ അമല് കൊടുക്കാതെ മുടക്കാക്കിയിടും. അതാ ഉല്ലിഖത്ത് ഫീൽ ഇവകളെ മുടക്കാക്കപ്പെടും. ഹൈസു മുസദ്ദറുൻ, ഹൈസു മുസദ്ദറുൻ കലാമിൽ മുന്തിക്കപ്പെടുന്നതാകുന്നത് ഫുസില വിട്ടുപിരിക്കുന്നിടത്ത്. ഫുസില എന്നല്ല ഫസൽ. ഹൈസു മുസദ്ദറുൻ ഫസൽ, അത് വിട്ടുപിരിക്കുന്നിടത്ത് അമല് കൊടുക്കാനേ പറ്റുകയില്ല എന്ന് അല്ല. ഫീലിന്റെയും മഅമൂലുകളുടെയും ഇടയിൽ എന്ത് ചെയ്യുക, വിട്ടുപിരിക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ വിട്ടുപിരിക്കൽ വരുന്നിടത്ത് അമല് കൊടുക്കുകയില്ല എന്ന് അല്ല. ലഖദ് ളനന്തു മാ സൈദുൻ ഖായിമുൻ എന്ന് പറയുന്നു. ഞാൻ ഭാവിച്ചു മാ സൈദുൻ ഖായിമുൻ, സൈദ് ഖായിമല്ല എന്ന്. അപ്പൊ ലന്ന എന്ന ഫീലിന് ശേഷം മാ വന്നു. ആ മായ്ക്ക് കലാമിൽ മുന്തലവകാശം ഉള്ളതാണ്. അവിടെ പിന്നെ അമൽ കൊടുക്കാൻ പറ്റില്ല. സൈദൻ എന്ന് പറയില്ല, സൈദുൻ ഖായിമുൻ എന്ന് പറയുകയുള്ളൂ. മാ സൈദൻ ഖായിമൻ എന്ന് പറയുകയില്ല. ലന്ന എന്ന ഫീല്, സൈദൻ ഖായിമൻ എന്നുള്ളത് മഅമൂല്, അതിന്റെ ഇടയിലാണ് മാ വന്നത്. വനന്തു മാ സൈദുൻ ഖായിമൻ എന്നേ പറയുകയുള്ളൂ. പിന്നെ പറയില്ല മാ വനന്തു മാ സൈദൻ ഖായിമൻ എന്ന് പറയുകയില്ല.
ഇത്ര ബൈത്തിനർത്ഥം. മനസ്സിലായില്ല? ഫീലുകൾ ആദ്യം വരികയും മഅമൂലുകൾ ബിന്ദിയും വരുന്നിടത്ത് അമല് കൊടുക്കാതിരിക്കൽ മോശമാക്കപ്പെടും. മനസ്സിലായില്ല? ഫീലിന്റെയും മഅമൂലുകളുടെയും ഇടയിൽ കലാമിൽ മുന്തലവകാശമുള്ള ഒന്ന് ഇടയിൽ വന്നാൽ അവിടെ അമല് നിർബന്ധമായിട്ടും കൊടുക്കുകയില്ല. ഉല്ലിഖത്ത്, അമല് മുടക്കാക്കപ്പെടും. ഉല്ലിഖത്ത്, ഈ ഫീലുകളെ മുടക്കാക്കപ്പെടും. എന്തിനെ തൊട്ട്? അനിൽ അമലി, ഹദ്ഫ് ഈസാലാണ്. ഉല്ലിഖത്ത് ഹാദിഹിൽ അഫ്ആലു അനിൽ അമലി എന്നാണ്. ഈ ഫീലുകളെ മുടക്കാക്കപ്പെടും അമലിനെ തൊട്ട്. കണ്ട, എവിടെ എപ്പോഴും ഹൈസു മുസദ്ദറുൻ ഫസല. മുസദ്ദറുൻ എന്നുള്ളത് മുബ്തദയാണ്, ഫസല ജുംല ഖബറാണ്. അതിനകത്താണ് ഹൈസു എന്ന സർഫ് നടന്നത്. ഏത് സ്ഥലത്ത്? ഹൈസു മുസദ്ദറുൻ, മുന്തിക്കപ്പെടേണ്ടതാവുന്നത് ഫസല വിട്ടുപിരിക്കുമ്പോൾ. ഹൈസിന്റെ അർത്ഥം അവിടെ വരും. ഹൈദ് ഫസല മുസദ്ദറുൻ, മുന്തിക്കപ്പെടേണ്ടതാകുന്നത് ഫസല വിട്ടുപിരിക്കുമ്പോൾ. മുന്തിക്കപ്പെടേണ്ട കലാമിൽ മുന്തലവകാശമുള്ളത് വിട്ടുപിരിക്കുമ്പോൾ. എവിടെ വിട്ടുപിരിച്ചു? ആമിലിന്റെയും മഅമൂലിന്റെയും ഇടയിൽ. അപ്പൊ ആദ്യം ആമിൽ വന്നു, ദനന്തു വന്നു. പിന്നെ എന്ത് ചെയ്തു? ഒരു കലാമിൽ മുന്തലവകാശമുള്ള മാ അല്ലെങ്കിൽ ഇസ്തിഫ്ഹാമിന്റെ ഹംസ ഏതെങ്കിലും, അതൊക്കെ ഉദാഹരണത്തിൽ തിരി വരികയും പിന്നെ മഅമൂൽ രണ്ടെണ്ണം വരികയും ചെയ്താൽ അവിടെ അമല് കൊടുക്കാൻ പറ്റുകയില്ല. നേരത്തെ പറഞ്ഞത് ആദ്യം വരുന്നിടത്ത് അമല് കൊടുക്കണം, അമല് കൊടുക്കാതിരിക്കൽ മോശം. രണ്ടെണ്ണം അവിടെ നിന്ന് കിട്ടി. ആദ്യം വരുന്നിടത്ത് എന്ന് പറയുമ്പോൾ ആദ്യം വന്നില്ലെങ്കിലോ, അല്ലെങ്കിൽ മദ്യം വന്നാലോ ആ വാക്കിന് അവിടെ കിട്ടും. അത് രണ്ടെണ്ണം അവിടെ കിട്ടും. അവിടുന്ന് രണ്ട് പാർട്ട് കിട്ടും. ഒരു പാർട്ട് ആ കലാമിൽ നിന്നും കലാമിൽ മൊഴിഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. അതിനെ നമ്മൾ മലയാളം പറയും മന്ദൂഖ്, മൊഴിയപ്പെട്ടത്. മാതല്ല മിനൽ കലാം. നമ്മൾ പണ്ട് പഠിച്ച ദലാലത്ത് നാലായിട്ടാണ്. മുത്താബഖിയ ദലാലത്ത്, തദമ്മുനിയ ദലാലത്ത്, ഇൽത്തിസാമിയ ദലാലത്ത്. അപ്പൊ അവിടെ പറഞ്ഞെന്തോ? അവിടെ പറഞ്ഞത് മോശമാക്കപ്പെടും എപ്പോഴ് ഈ ഫീലുകൾ ആദ്യം സംഭവിക്കുകയാണെങ്കിൽ അമല് കൊടുക്കാതിരിക്കൽ മോശമാക്കപ്പെടും എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് മന്ദൂഖ്. ആ മന്ദൂഖിൽ നിന്നും പ്രതിധ്വനിയായി കിട്ടുന്ന ഇൽത്തിസാമിയായ മാനയുണ്ട്. അമല് മുടക്കാക്കപ്പെടും എന്നതിനൊരു കൈത് കൊടുത്തു. ഇൻജാഅത്ത് ഉവൽ, ഇവകൾ ആദ്യങ്ങളിൽ വന്നാൽ. അപ്പൊ ആദ്യങ്ങളിൽ വന്നാൽ അമല് കൊടുക്കാതിരിക്കൽ മോശം. അപ്പൊ ആദ്യങ്ങളിൽ വന്നില്ലെങ്കിലോ? ആദ്യങ്ങളിൽ വരായ്മ എന്നുള്ളത് രണ്ട് രീതിയിൽ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. ആദ്യങ്ങളിൽ വരായ്മ എന്നുള്ളത് രണ്ട് കോലത്തിൽ രൂപപ്പെടുത്താൻ പറ്റും. അതിനാണ് മഫ്ഹൂം എന്ന് പറയും. കലാമിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത്. ആദ്യങ്ങളിൽ വന്നാൽ അമല് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യങ്ങളിൽ വന്നില്ലെങ്കിലോ? ആദ്യങ്ങളിൽ വരായ്മ എന്നുള്ള രണ്ട് കോലത്തിൽ വരും. വരത്തില്ല? രണ്ടു കോലത്തിൽ വരത്തില്ല. ഫീലുകൾ മധ്യത്തിൽ വന്നു, അപ്പുറം ഇപ്പുറം മഅമൂൽ വന്നു. മനസ്സിലായില്ല? അല്ലെ മഅമൂൽ ആദ്യം വന്നു, ഫീല് ബിന്ദി വന്നു. ആ രണ്ട് കാര്യം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അവിടെ എന്ത് ചെയ്യണമെന്ന് കിട്ടിയിട്ടില്ല. ആ മഫ്ഹൂം ആ കലാമിൽ നിന്നും അറിയപ്പെട്ടതിനെ വിശദീകരിക്കലാണ് ഷാരിഹിന്റെ പണി. അപ്പൊ ഷാരിയ പറഞ്ഞുതരും, അമ്മാന്ന് പറഞ്ഞിട്ട് പറഞ്ഞുതരും. ആണ് മന്ദൂക്ക്. മന്ദൂക്ക് മഫ്ഹൂം. ഏതൊരു വർത്തമാനം പറഞ്ഞാലും ആ വർത്തമാനത്തിൽ രണ്ടർത്ഥം നമുക്ക് എന്ത് ചെയ്യും? ഊഹിച്ചെടുക്കാൻ പറ്റും. എന്റെ ഉമ്മാക്ക് ആ പണിയില്ല, എന്റെ ഉമ്മയ്ക്ക് ആ പണിയില്ലടാ, അല്ലെങ്കിൽ എനിക്ക് ആ പണിയില്ല കുട്ടി, എനിക്ക് ആ പണിയില്ല എന്ന് പറഞ്ഞത് എനിക്ക് ആ പണിയില്ല എന്നുള്ള അയാൾ മൊഴിഞ്ഞതിൽ നിന്നും കിട്ടിയ അയാൾക്ക് പണിയില്ലെന്ന്. പക്ഷെ അതിൽ നിന്നും എന്തുണ്ട്? ഒരു അർത്ഥം നിർഗളിച്ചു വരുന്നുണ്ട്, ഒരു മനസ്സിലാക്കപ്പെടുന്നുണ്ട്. എന്ത്? എനിക്കാ പണിയില്ല,
എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പണി ഉണ്ടെന്ന് കിട്ടിയില്ലേ. അതിനാണെന്ന് പറയാ മലയാളത്തിൽ മഫ്ഹൂം എന്നതിന് പറയാം. അതിൽ നിന്നും ഫഹ്മ് ചെയ്യപ്പെടുന്നത്, മനസ്സിലാക്കപ്പെടുന്നത്. ഇനി വേണേ പ്രതിധ്വനി എന്നൊക്കെ വേണേ പറയാം, അതിനകത്ത് ഒരു അർത്ഥമില്ല. മന്തൂക്ക് മഫ്ഹൂം. ഇപ്പൊ നുത്തുക്ക് ചെയ്യപ്പെട്ട അതല്ല മനസ്സിലാക്കി പോയാൽ പിന്നെ വിഷമമില്ല നമുക്ക്. മന്തൂക്ക് മാതല്ല മിനൽ കലാം, കലാമിൽ നിന്നും ദലാലത്ത് ചെയ്തത്. അവിടെ ഒരു കലാം പറഞ്ഞില്ലേ, ഒരു സംസാരം പറഞ്ഞില്ലേ, എന്തു പറഞ്ഞത്? മോശമാക്കപ്പെടും. ഫെയിലുകൾ ആദ്യങ്ങളിൽ വന്നാൽ അമല് കൊടുക്കാതിരിക്കൽ മോശമാക്കപ്പെടും എന്ന് കലാം വന്നു. ആ കലാമിൽ നിന്ന് ഫെയിലുകൾ ആദ്യങ്ങളിൽ വന്നാൽ മോശമാക്കപ്പെടും എന്നല്ലേ പറഞ്ഞത്? ആ ഫെയിലുകൾ പിന്തി വന്നൂടെ, അല്ലെ ഫെയിൽ മദ്യം വന്നൂടെ? ആ രണ്ട് കാര്യം നമ്മൾ മഫ്ഹൂമ് ചെയ്തെടുത്താണ്. അതിനാ മഫ്ഹൂം എന്ന് പറയാം. അതിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത്. ആ മഫ്ഹൂമ്, മന്തൂക്ക് എന്ന രണ്ടൈറ്റം ഉണ്ട്. അത് അള്ളാഹുവിന്റെ കലാമിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായില്ല? അത് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് അതിന്റെ ലാഹിർ മാത്രം വെച്ചിട്ട് പോകും. മനസ്സിലായില്ലേ? ഉവല, ഊല എന്നതിന്റെ അസ്ബഖി എന്നതിന്റെ മാന കൊണ്ടുള്ള ഊല, ഊല എന്നതിന്റെ മുഅന്നസ് അല്ല. ഇൽഗാന്റെ അർത്ഥം പറഞ്ഞുതരാം. ഐ അല്ലിഹ്മാലൂന്ന്. ഇൽഗാന്റെ അർത്ഥം ഐ അല്ലിഹ്മാലു, ഐയില്ലേ, ഐൽ ഇഹ്മാലു. എന്താണ് അവ യുക്മഹു? അവ ആ ഇബാറത്തൊക്കെ നല്ല മനസ്സിലാക്കി പഠിക്കണം നിങ്ങൾ. ഇൻജാഅത്ത്, ഇവകൾ വന്നാൽ, ഹാദിഹിൽ അഫ്ആലു, ഇൻജാഅത്തിന്റെ ഫായില വെച്ചേക്കുന്നത്. ഉവല, ഐ അതിന്റെ മുറാദായ മാന പറയാം, ഉദ്ദേശിക്കുക. ഇദാ തഖദ്ദമത്ത്, മുന്തുകയാൽ, ഹാദിഹിൽ അഫ്ആലു, ഈ ഫിഅലുകൾ, അലൽ മുബ്തദഇ വൽ ഖബരി, അതിന് നമ്മൾ പറയും മഅമൂൽ എന്ന് പറയും. മനസ്സിലായില്ല? കാരണം മുബ്തദയുടെയും ഖബറിന്റെയും നാസിഖുകളാണ് നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. മുന്തിയാൽ ലം യജുസ്, അനുവദനീയമല്ല അൽ ഇഹ്മാലു, അമല് കൊടുക്കാതിരിക്കൽ. ബൽ യജിബു അൽ ഇഹ്മാലു, അമല് കൊടുക്കൽ നിർബന്ധമാവും. വേണ്ട, ബൽ യജിബുൽ ഇഹ്മാലു എന്നുള്ള വാക്ക് യുഖ്ബഹു എന്ന പദത്തിൽ നിന്ന് കിട്ടില്ല. അമല് കൊടുക്കാതിരിക്കൽ മോശമാക്കപ്പെടും. മോശമാക്കപ്പെടുന്നതിന്റെ മുഖാബലയിൽ വരുന്നത് നിർബന്ധമാകും എന്നതാണ്. അതാണ് യജിബു കൊടുത്തത്. മനസ്സിലായില്ല? യജിബു അൽ ഇഅ്മാലു ഇൻദൽ ബസരീന. അതുകൊണ്ട് വലാ തഖൂലു, നീ പറയുകയില്ല, നീ ലനന്തു സൈദുൻ ഖായിമുൻ എന്ന് പറയുകയില്ല ബിർറഫി. ഇതിനെ ഞാൻ പറയുന്നത് ഖിലാഫൻ ലിൽ കുഫീന, കൂഫക്കാർക്ക് എതിരുണ്ട്. കൂഫക്കാർ എന്തറിയും? കുഴപ്പമില്ലെന്ന് പറയും. ഇത്രയും പറഞ്ഞത് കലാമിന്റെ മന്തൂക്കാണ്. കലാമിൽ നിന്ന് നമുക്ക് അറിയപ്പെട്ടതാണ്, ഉച്ചാരണത്തിൽ നിന്ന് അറിയപ്പെട്ടതാണ്. ഇനി അതിന്റെ മഫ്ഹൂമ പറയാൻ വന്നു. അതിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത് പറയുന്നത് അമ്മ ഇദാ തവസ്സത്തത് ഹാദിഹിൽ അഫ്ആലു ബൈനൽ മഫ്ഊലൈനി. അവിടെ ബൈനൽ മഫ്ഊലൈനി കൊടുത്തു. മറ്റടുത്ത് ബൈനൽ മുബ്തദയിൽ അവിടെ പറഞ്ഞതോ മുബ്തദയും ഖബറെന്ന്, അലൽ മുബ്തദയിൽ ഖബറിന്ന്. പറയേണ്ട കലാം അങ്ങനെ അലൽ മഫ്ഊലൈനിന്ന് അങ്ങനെ പറയണ്ടേ? കാരണം അനന്തു വന്നപ്പോഴത്തേക്കും പിന്നെ മുബ്തദ ഖബറങ്ങ് പോയില്ലേ, പിന്നെ ആ മുബ്തദയിൽ ഖബറെന്ന് പറയാൻ പറ്റൂ? പറയേണ്ട അങ്ങനെ വേണോ? അൽ മഫ്ഊലൈനി എന്ന് പറയും. പക്ഷെ അവിടെ നോക്കുമ്പോൾ നമ്മൾ ഇബാറത്ത് നോക്കുമ്പോൾ എന്തായി? ദൈദും ഖായിമുനെന്ന് കണ്ട, അതുകൊണ്ടങ്ങ് മുബ്തദ ഖബറെന്ന് പറഞ്ഞത്. കറക്റ്റ് പറയേണ്ടത് അൽ മഫ്ഊലൈനി പറഞ്ഞത് ദൈദും എന്താണ് മുബ്തദ ഖബറെന്ന്. അതിന് വേറൊരു ഇബാറത്താണ് ഇപ്പൊ ഇട്ടത്, അലൽ ബൈനൽ മഫ്ഊലൈനി. അല്ലെങ്കിൽ ഔ തആഖിർ. കണ്ടോ, രണ്ടാമത്തെ കോലം ഞാൻ പറഞ്ഞ 2 കോലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ ഫീല് ബിന്ദി അനുമാ, അവിടെ ജാസ, അനുവദനീയമാണ്. ഇൽഗാവ്, ഇൽഗാ കൊടുക്കുക. ഇൽഗാ എങ്ങനെയാണ്? ഇൽഗാന്റെ അർത്ഥം പറയുന്നത് വഹുവ, ഇൽഗാ എന്നാൽ ഇബ്താലു അമലിഹ, അവകളുടെ അമലുകൾ ബാത്തിലാക്കലാണ്. എവിടെ? ഫിൽ ലഫ്ളി വൽ മഹല്ലി, ഉച്ചാരണത്തിലും കാണില്ല, മഹല്ലിലും കാണില്ല. മറ്റേ ഉച്ചാരണത്തിൽ കാണില്ല, മഹല്ലിൽ കാണും. അപ്പൊ ഫത്തവസ്സുത്തു ഫാണ്ടവിടെ ഫല്ലേ ഫിസാലു തവസ്സുത്തി എന്നാണ് കളയപ്പെട്ട ശർത്തിന് ജവാബായിട്ട്. ഇതാ അലിംദ ഹാദിഹിൽ മദ്കൂർ, ഇതാ അലിംദ മാ ദക്കർതു, ഞാൻ പറഞ്ഞത് നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫഅഖൂലു, ഞാൻ പറഞ്ഞു തരാം. ഫഅഖൂലു, അതാ ആഖൂലൊക്കെ കളഞ്ഞു.
ഞാൻ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഫമിസാലു വേണ്ടാ ഫത്തവസുത്തു മിസ്ലു സയ്യിദൻ ലനന്തു ആലിമൻ അമൽ കൊടുത്തോണ്ടു ബിൽ ഇഅ്മാലി വസയ്യിദുൻ ലനന്തു അലിമുൻ ബിൽ ഇഹ്മാലി. അങ്ങനല്ലേ? നിങ്ങളെ കിതാബ് തെറ്റാണ് ആയിരിക്കും ചിലയിടത്തൊക്കെ. അത് നോക്കി പഠിക്കാം. വത്താഹുറു ഞാൻ വായിച്ച വത്താഹുർ താഹുറിന് ഉദാഹരണം മിസ്ലു സയ്യിദുൻ ആലിമുൻ ലനന്തു അമലില്ലാതെ വസയ്യിദൻ ആലിമൻ ലനന്തു. അതാ പറഞ്ഞ എഴുതി കൊടുക്കണമെന്ന്. അവിടെ കിതാബിൽ തെറ്റുണ്ട്. കുറെ ആൾക്കാർ എഴുതാതെ ഉണ്ട്. ഇതിനകത്തും അങ്ങനെ എഴുതിയെങ്ങനെ ഞാൻ വായിച്ചൊക്കെ ഉണ്ടോ? സയ്യിദുൻ ആലിമൻ പിന്നെ ഏതാണ് ബില്യമാൻ വത്താഹുറു താഹുറു ദാനം മിസ്ലു ലനന്തു പിന്നെ ബില്ലിഹുമാലി അതാണെന്തോ ബിൽ ഇഅ്മാൽ അല്ലെ? അങ്ങനല്ലേ? അങ്ങനെ എല്ലാ കിതാബിലും ഉണ്ടാവും. ഇതിനകത്ത് കാണത്തില്ല. അവിടെ കുറച്ചൊക്കെ അങ്ങനെ ഇബാറത്ത് ഇതിനകത്ത് തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടോ? അപ്പുറത്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു കോമയൊക്കെ ഇട്ട് എഴുതി കൊടുത്തിട്ടുണ്ടാവും. അതാ അങ്ങനെ ചില നുസ്ഖയിൽ അങ്ങനെയുണ്ട്. ഇനി കാലശായറു ഇതിനൊരു പാട്ട് പാടിയില്ലേ? ഒരു മോശമല്ലേ? അൽ ഖൗമു ഫീ സിരി ലനന്തു വയകുൻ മാ ഖദ് ലനന്തു ഫഖദ് ലഫർതു വഖാബു. അൽ ഖൗമ എന്ന് വായിക്കാം, അൽ ഖൗമു എന്ന് വായിക്കാം. അവിടെ ഇറാബ് എളുവാവും. ഫീസിരിയിൽ ഇറാബ് എളുവായില്ല. അത് ജാറുമജറൂർ ജുംല മഫ്ഊലായിട്ട് വയ്ക്കും. മഫ്ഊൽ അമല് കൊടുത്താൽ അല്ലെ വെറും ജാറുമജറൂർ ജുംല എന്ന് പറയും. ജുംല ഖബറാക്കും അൽ ഖൗമിന്റെ. എന്താ അൽ ഖൗമ് ജനങ്ങളാകുന്നത് ഫീ ഇസിരി എന്റെ ബാക്കിലാണെന്ന് ലനന്തു ഞാൻ ഭാവിച്ചു. മനസ്സിലായില്ലേ? വൈൻ യക്കുൻ ഉണ്ടായാൽ ഒരു കാര്യം. എങ്ങനത്തെ ഒരു കാര്യം? അത് ലനന്തു ഹൂന്നുണ്ടായിരുന്നു കളഞ്ഞിരിക്കുക പാട്ടിന് വേണ്ടി. ആ ഒരു കാര്യത്തെ ഞാൻ ഭാവിച്ചു. ആ ഒരു കാര്യം ഏതാ? എന്റെ മുന്നിൽ അണികളുണ്ടെന്ന് ഞാൻ വിജയിച്ചു. ഫഖദ് ലഫർതു ആ ഇന്നിന്റെ ജവാബാണ് ഫഖദ് ലഫർതു ഞാൻ വിജയിച്ചു. വ ഖാബു അവർ പരാജയപ്പെട്ടു. അവിടെ അവന് കൊടുത്തോണ്ട് പറയാം, കൊടുക്കാതെ പറയാം. വേണ്ട ബിൽ ഇഹ്മാൽ ബിൽ ഇഅ്മാൽ അൽ ഖൗമ ബിൽ ഇഅ്മാൽ അൽ ഖൗമു ബിൽ